ഫസ്റ്റ് ഓൺ 24 മദ്യലഹരിയിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഓടിച്ചു കയറ്റി. കാറിലുണ്ടായിരുന്ന ചെമ്പുക്കാവ് തൃപ്പൂണിത്തുറ സ്വദേശികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് സംഭവിച്ചത്? സൂരജ്, ഈ അർദ്ധരാത്രിയാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തിന് സമീപത്ത് ഈ കാർ ഓടിച്ചു കയറ്റിയത്. ബെൻസ് കാറാണ് ഈ നിയന്ത്രിത മേഖലയിലേക്ക് ഓടിച്ചു കയറ്റിയത്. ഈ വാഹനങ്ങളൊന്നും തന്നെ കയറാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഈ വരമ്പടക്കം തീർത്തിട്ടുണ്ട്. പക്ഷേ ഇത് മറികടന്ന് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ശ്രീമൂലസ്ഥാനത്തിന് സമീപത്ത് വെച്ച് ഈ വാഹനം തടയാൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് കേൾക്കാതെ അവർ മുന്നോട്ട് പോവുകയും ശ്രീമൂലസ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറെ നടയുടെ ഭാഗത്തേക്ക് ഈ വാഹനം ഇറക്കിയിടുകയും ചെയ്തു. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തന്നെ പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഈ ചെമ്പുക്കാവ് സ്വദേശികളായ രണ്ടുപേരും എറണാകുളം സ്വദേശിയുമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ മദ്യപിച്ചിരുന്നു. 3 പേരും മദ്യപിച്ചിരുന്നു എന്നറിയാനുള്ള പരിശോധന നടത്തി. പക്ഷേ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഈ വാഹനം ഓടിച്ച ആൾക്കെതിരെ ഈ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വത്തിന്റെ ഭാഗത്ത് കടുത്ത പ്രതിഷേധമാണുള്ളത്. ഇപ്പോൾ ഈ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം അധികൃതർ ഔദ്യോഗികമായി പരാതി നൽകിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പൈതൃക പട്ടികയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ആ മേഖലയിലേക്കാണ് ഈ നിയന്ത്രണമുള്ള ശ്രീമൂലസ്ഥാനത്തേക്കാണ് ഈ വാഹനം ഓടിച്ചു കയറ്റിയത്. ശരി, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്കാണ് മദ്യലഹരിയിൽ കാർ ഓടിച്ചു കയറ്റിയത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.